ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. പിന്നെ ഇന്ന് സൺഡേ ആണ്. സൺഡേ എനിക്കിവിടെ ലീവാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വെറുതെ റൂമിൽ ഇരുന്നപ്പം ഒരാഗ്രഹം ചുമ്മാ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയേക്കാന്ന്. അപ്പോൾ അതൊക്കെ ബൈക്ക് കൊടുത്ത് ഇറങ്ങിയതാണ്. ഇവിടെ അടുത്തന്നെ, അവിടെ റൂമിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ, ഞാൻ താമസിക്കുന്ന ഫൊങ്ങിവാനിൽ നിന്നും ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥലത്തേക്ക് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഓക്കെ, അതിൻ്റെ കാഴ്ചകൾ നിങ്ങളുമായിട്ട് പങ്കുവച്ചേക്കാൻ തോന്നി. കാര്യം ശരിക്കും ഇവിടുത്തെ ഓരോ എന്താ പറയുക, ഈ കാണുന്ന കുറച്ച് അമ്പലങ്ങളും കാര്യങ്ങളും സ്ട്രക്ചേഴ്സ് ഒഴികെ ബാക്കിയെല്ലാം തന്നെ നമ്മുടെ നാടാണ്. ശരിക്കും നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളമാണ്. അപ്പോൾ എന്നിട്ട് ഈ കാണുന്ന പൂവുകളൊക്കെ നമുക്ക് നല്ല പരിചയമുള്ള പൂക്കളല്ലേ. ശരിക്കും നല്ല ഹരിതാപയും പച്ചപ്പും നിറഞ്ഞൊരു എന്താ പറയുക ഭൂപ്രകൃതിയാണ് ഇവിടുത്തെ. ശരിക്കും നമ്മുടെ ഒരു എന്താ പറയുക ഫോറസ്റ്റ് ഏരിയയിലോട്ട് ചെന്ന് കഴിയുമ്പോൾ ആ ഒരു പച്ചപ്പുണ്ടല്ലോ, എനിക്കൊന്നും നമ്മുടെ നാട്ടിലേക്കാളും പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇവിടെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഈ കാണുന്ന ഇങ്ങനെയുള്ള കുറച്ച് സ്ട്രക്ചേഴ്സ് ഒഴികെ ബാക്കിയെല്ലാം നമ്മുടെ നാടാണ്. ഇവിടെ കാണുന്നൊരു അമ്പലമാണ്. അതിങ്ങനെ താഴെ എന്താ പറയുക, നമ്മുടെ ഈ പള്ളിയും കുരിശുപള്ളി എന്നൊക്കെ പറയുന്ന പോലെ ഇത് കുരിശുപള്ളി മുകളിൽ കാണുന്ന പള്ളി, അല്ല അമ്പലവും ചെറിയ ഇതും ഇതുണ്ടല്ലോ. ഇവിടെ പാഷൻ ഫ്രൂട്ട് നല്ല പൊതിഞ്ഞ് കെട്ടി സൂക്ഷിച്ചേക്കുന്ന ചെറിയൊരു പാഷൻ ഫ്രൂട്ട് തോട്ടം. അതേപോലെ നമ്മുടെ കോട്ടയത്തൊക്കെ ചെന്ന് കഴിഞ്ഞാലുള്ള നല്ല പറമ്പുകളുണ്ടല്ലോ, എന്ന് പറഞ്ഞ പോലെ നിൽക്കുന്ന നല്ല നിബിഡമായ വനനിബിഡമായ ഏരിയയാണ്. എല്ലാം നല്ല ഒന്നൊന്നര മഹാഗണി മരങ്ങളാണ്. അതെ, മഹാഗണിയാണ്. നല്ല മഹാഗണി മരങ്ങളാണ്. നല്ല വണ്ണത്തിൽ നിൽക്കുവാണ്. അപ്പം ശരി, നമുക്ക് ഏതായാലും അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോവാം. ആ വഴി അങ്ങ് അവിടെ നിന്ന് കാർ ഇറങ്ങി വരുന്നുണ്ട്. ആ വഴിക്കാണ് നമ്മൾ പോകേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഏരിയ. പിന്നെ നമ്മൾ നേരത്തെ താഴേന്ന് കണ്ട ഏകദേശം അമ്പലത്തിൻ്റെ മുമ്പിലെത്തിയിട്ടുണ്ട്. ഇതാണ് അമ്പലം. അതിൻ്റെ താഴെ കാണുന്ന 1, 2, 3, ആ താഴത്തെ 3 ഫ്ലോർ എന്ന് പറഞ്ഞാൽ പാർക്കിംഗ് ഏരിയ ആണ്. അതിൻ്റെ മുകളിലാണ് ശരിക്കും പറഞ്ഞാൽ അമ്പലത്തിൻ്റെ ആ ഒരു മുറ്റം തറ വരുന്നത്. നമുക്ക് ഒന്ന് അവിടെ ആ ഒരു എന്താ പറയുക പാർക്കിംഗ് ഏരിയ കഴിഞ്ഞിട്ട് മുകളിലത്തെ തറ വരെ ഒന്ന് പോയിട്ട് വരാം. അകത്തേക്ക് കയറുന്നില്ല, നമുക്ക് ജസ്റ്റ് സ്ഥലങ്ങളൊക്കെ അമ്പലത്തിൻ്റെ ആ ഒരു ചുറ്റുപാടൊന്ന് കണ്ടേച്ച് വരാം കേട്ടോ. പറയാം. ഇതാണ് അമ്പലത്തിൻ്റെ തറ ലെവല്. നമ്മളേതായാലും അകത്തേക്ക് കയറുന്നില്ല. ഇത് താവോയിസത്തിലുള്ള ഒരു അമ്പലമാണിത്. ഇവിടുത്തെ ദൈവം ഏതാണ് എന്നെനിക്കറിയത്തില്ല. ഇതിപ്പോൾ നമ്മുടെ അമ്പലത്തിൻ്റെ മുറ്റത്ത് നിന്നുകൊണ്ടുള്ള കാഴ്ചയാണ്. അതായത് അത്യാവശ്യം ഹൈറ്റിലാണ്, നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്നിട്ട്. ഈ പ്രദേശം മൊത്തം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങ് കാണുന്നതാണ് നമ്മൾ നേരത്തെ കയറി വന്ന അമ്പലം ഉണ്ടല്ലോ, അത്. അതിൻ്റെ പുറകിലായിട്ട് കാണുന്നുണ്ടോ, അതൊരു ചെറിയൊരു ഡാമാണ്. നമ്മളവിടെ കഴിഞ്ഞിടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. ചെറിയ ഡാമാണ്, വലുതൊന്നുമല്ല, വളരെ ചെറുതാണ്. എനിക്ക് അവിടെ നോക്കിയാൽ കാണാമെന്ന് എനിക്ക് തോന്നുന്നു. പാലമൊക്കെ അതിൻ്റെ കുറേ പോകുന്നത് ഉണ്ടോ. അത്യാവശ്യം വലുപ്പമുള്ളതാണ്. ഉണ്ടല്ലോ, അതാണ് നമ്മൾ കയറി വന്ന വഴികൾ. ഇപ്പോൾ താഴേക്ക് കാറുകൾ ഇറങ്ങി പോകുന്നുണ്ടോ. ശരിക്കും വളരെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ്. അങ്ങ് അതിലേ കാണുന്ന വഴിയുണ്ട്, അത് ആ മലയിലേക്കുള്ള വഴിയാണ്. ആ വഴിക്ക് ഞാൻ കയറി പോയിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് പോയി തിരിച്ചു വന്നു, അത്രേ ഉള്ളൂ. അത് ഒരുപാട് ദൂരത്തേക്കില്ല വഴി, അവിടെ കൊണ്ട് തീരുവാണ്. അപ്പോൾ ഗൈസ്, എങ്ങനെയുണ്ട് നമ്മുടെ ഈ മനോഹരമായ ഏരിയ? അതായത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു ഏകദേശം ഒരു ടോപ്പിലാണെന്ന് എനിക്ക് തോന്നുന്നത്. വലിയ മലയൊന്നുമല്ല, എന്നാലും ഇതിൻ്റെ ടോപ്പിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മുടെ ചുറ്റുമുള്ളത് ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഉള്ളത് 2 സൈഡിലും നല്ല എന്താ പറയുക നാരകത്തോട്ടമാണ്.
പിന്നെ അതേപോലെ നമ്മൾ വന്ന വഴിക്ക് ഞാനൊരു ചെടി കണ്ടിരുന്നു. വഴിക്ക് നമ്മൾ ചെടി കണ്ടിരുന്നു. എനിക്ക് തോന്നുന്നത് ഗ്രീൻ ആപ്പിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയത്തില്ല. പട്ടി എത്ര നേരമായ വണ്ടിയുടെ പുറകെ ഓടാണ് ഇത്. അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയത്തില്ല. ഗ്രീൻ ആപ്പിൾ ആണോ അല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അത് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും കാണിക്കണം കേട്ടോ, തീർച്ചയായിട്ടും. പക്ഷേ ഇതെന്താ പറയുക, നല്ല കരിമ്പച്ച നാരകം. ഇത് ശരിക്കും ഒരു എന്താ പറയുക, തായ്വാൻ്റെ പക്കാരി വില്ലേജ് ഏരിയയാണ്. വില്ലേജ് എന്ന് പറഞ്ഞാൽ ചുമ്മാ വില്ലേജ് അല്ല, നല്ല ഫലഭൂവിഷ്ടമായ വിളവുകൾ എടുക്കുന്ന നല്ല കാർഷിക വില്ലേജ്. താഴേക്കൂടെ ചെറിയ വഴി കാണുന്നുണ്ട്. നമുക്ക് പതുക്കെ ഇറങ്ങി നോക്കാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടോ, അതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഗ്രീൻ ആപ്പിൾ എന്ന്, അതേപോലെ ഒരു കായ കാണുന്നുണ്ട്. ഓക്കെ, അത് തന്നെയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഗ്രീൻ ആപ്പിൾ. ഗ്രീൻ ആപ്പിൾ അല്ല അവിടെ, വേറെന്തോ ഒരു കായാണിത്. ഓക്കെ, അത് താഴെ ആണ്ടെ കുറച്ചും കൂടെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ അവിടെ ഉണ്ട്. കാര്യം അവിടെയാണ് നമ്മൾ നടക്കുന്ന വഴിയുടെ മുകളിൽ കൂടെ ഇങ്ങനെ, തലയുടെ മുകളിൽ കൂടെ ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ടത് ആ കായനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. ഫുള്ള് പച്ചപ്പാണ് കേട്ടോ. ഇവിടെ ഇതിൽ ഇഷ്ടം പോലെ കായ്കളുണ്ട്. ഇത് കണ്ടോ, ഒരു കൊല കണ്ടോ, ഇതാണ് സാധനം. ഇതിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാമെങ്കിലോ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാര്യം ഇത് ഒരുപാടുണ്ട് ഇവിടെ. എന്താണ് ആപ്പിളല്ല, ആപ്പിളിൻ്റെ ഷേപ്പ് ഇങ്ങനെയല്ലല്ലോ. നോക്ക്. മാത്രമല്ല അത് പച്ചയിൽ നിന്നൊരു പതുക്കെ മഞ്ഞയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കളറ്. നമ്മളെന്താണ് പറിക്കുന്നില്ല, വെറുതെ എന്താ പറയുക, അറിയത്തില്ലാത്ത ഭാഷയിൽ അടിമേടിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ആരെങ്കിലും കാണുവാണെങ്കിൽ നമുക്ക് അവിടെ ചോദിക്കാം, ചേട്ടാ ഒരെണ്ണം പറിച്ചോട്ടെ, ഇത് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. വലിയ താഴേക്ക് പോകണോ? ആ ചുമ്മാ പോയി നോക്കാമല്ലോ, എന്താ സംഭവിക്കുന്നത് അറിയാമല്ലോ. ആരും പിടിച്ച് തിന്നുന്നില്ലായിരിക്കും. ആ ഇതിൻ്റെ കളറാണ്ട് മഞ്ഞായിൽ നിന്ന് മാറി ഒരു പതുക്കെ ചെറിയൊരു ചുവപ്പിലേക്ക് വരുന്നുണ്ട് കേട്ടോ. നോക്കി, കണ്ടോ, ഒരു ചുവപ്പിലേക്ക് വരുന്നൊരു കളറാണിത്. ഇതാണ് സാധനം, അല്ലെങ്കിൽ ഇതാണ് സാധനം. ഇതിപ്പോൾ ഒരെണ്ണം ഇവിടുന്ന് പറിച്ചാലോ കുഴപ്പമുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വന്നപ്പോഴാണ് ഞാനിവിടെ ഒരു പൂവ് കണ്ടത്. ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും ഇതിൻ്റെ പേരറിയാവോ? എൻ്റെ ഇവിടെ കണ്ണൂരാണ്. ഞങ്ങളൊക്കെ ഇതിനെന്താ ഹനുമാൻഗിരിയിടുന്നോ അങ്ങനെ എന്താണ് പറഞ്ഞു കേൾക്കുന്നത്. കാര്യം ഞാൻ ചെറുപുഴയിലുള്ളത്, അവിടെ ഒന്നും ഈ പൂവ് ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല. കാര്യം എൻ്റെ തറവാട്, എൻ്റെ പപ്പയുടെ ഒക്കെ വീടെന്ന് പറഞ്ഞാൽ ശ്രീകണ്ഠാരത്ത, ആ ഏരിയയിലൂടെ അത്യാവശ്യമുണ്ട് ഇത്. അവിടേക്ക് തന്നെ ഹനുമാൻഗിരിയിടുന്ന അങ്ങനെ എന്താണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുകൊണ്ട് നമ്മുടെ നാട്ടിലൊരു പഴയ ഒരു എന്താ പറയുക, ആഠ്യത്വമുള്ള ഒരു ബംഗ്ലാവല്ല എന്നാ പറയുന്നത്, ആഠ്യത്വമുള്ള ഒരു ഗ്രഹം എന്നൊക്കെ പറയല്ലേ. ആഹാ, നല്ല തെരുവ. ഇവിടെ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും നല്ല കൃഷിഭൂമിയുടെ ഇടയ്ക്ക് ഉണ്ട് കമ്പനികൾ. എനിക്ക് തോന്നുന്നു എന്തോ ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റോ അങ്ങനെ എന്തോ ആണെന്ന് എനിക്ക് തോന്നുന്നത്. അതോ ഇനി വല്ല ലാർജ് സ്കെയിൽ കൃഷിയാണോ എന്ന് എനിക്കറിയത്തില്ല. ഇല്ല, എന്തോ ഇൻഡസ്ട്രിയാണിത്. എൻ്റെ പേരെന്തോ അവിടെ ചൈനീസിൽ കൊടുത്തിട്ടുണ്ട്, നമുക്ക് വായിക്കാൻ അറിയത്തില്ല, അതുകൊണ്ട് നമ്മൾ വിഷമിച്ചു. അപ്പോൾ ഇതാണ് തായ്വാൻ്റെ ഒരു പ്രത്യേകത. എവിടെയും എന്താ പറയുക, എവിടെ നോക്കിയാലും കമ്പനികളുണ്ടാവും. വാവ്, ഇതുണ്ടോ, നല്ല പച്ചമുളക് തോട്ടമാണ്. പച്ചയും പഴുത്തതുമായിട്ടുള്ള മുളകൾ ഇങ്ങനെ കിടക്കുകയാണ്. നോക്കി, ഓരോ തൈയിൽ എത്രത്തോളം മുളകളാന്ന് നോക്കി. അതെല്ലാം വിളഞ്ഞ് പാകമായിട്ട് കിടക്കുകയാണ്. ഇത് ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാട് വലിയൊരു തോട്ടമാണിത്. ഇത് കണ്ടോ, ഇവിടുത്തെ ഓരോ പറമ്പിൻ്റെ അതിര് വെക്കുന്ന ചെടിയാണിത്, ഡ്രാഗൺ ഫ്രൂട്ട്. ഓരോ പറമ്പിൻ്റെ അതിര് ഇതായിരിക്കും. ഇവിടെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഫ്രൂട്ട് ഇതാണ്. അങ്ങനെ നമ്മൾ വന്ന് നല്ല ഇവിടെ ചെറിയൊരു സെറ്റിൽമെൻറ്റ് കാണാനുണ്ട്. ചെറിയ സെറ്റിൽമെൻറ്റ് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു ചെറിയൊരു വില്ലേജ് പോലെ, ഇവിടുത്തെ ഒരു വില്ലേജ്. ശരിക്കും മലയുടെ മുകളിലൊരു ചെറിയ വില്ലേജ്.
വളരെ ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. അതൊക്കെ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ കടകളൊക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ. ആർക്കും ഇംഗ്ലീഷ് മനസ്സിലാകുന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. കാര്യം നമ്മളിപ്പോൾ അവിടെ നിന്നൊരു ചെറിയൊരു മുന്തിരിത്തോട്ടം, അവരോട് മുന്തിരി പറിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് കുറച്ച് മുന്തിരിയെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കൊന്നും ഒരു അക്ഷരം പോലും ഇംഗ്ലീഷ് മനസ്സിലാകില്ല. ശരിക്കും നമ്മുടെ നാട്ടിൽ മാത്രമൊന്നുമല്ല കേട്ടോ ഈ അമ്പലവും കുളങ്ങളൊക്കെ ഉള്ള അമ്പലങ്ങളൊക്കെ. അപ്പോൾ ആ കാണുന്ന ഒരു ചെറിയൊരു അമ്പലമാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, ഈ ചെറിയ ഗ്രാമത്തിലെ ഒരു ചെറിയൊരു അമ്പലമാണ്. ഈ അമ്പലത്തോടനുബന്ധിച്ചിട്ടുള്ള ഒരു ചെറിയൊരു അമ്പലക്കുളമാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ പോലെ പടിക്കെട്ടുകൾ കെട്ടി ഇറങ്ങിയ ഒരു കുളമൊന്നുമല്ല. എന്നാലും സാമാന്യം വലുപ്പമുള്ള വലിയൊരു കുളമാണിത്. അമ്പലത്തിനോട് ചേർന്നിട്ടൊരു കുളം. ആ ഒരു സെറ്റപ്പ് ആയിരിക്കും എന്താണല്ലോ. നമ്മളിതാണ്ട് കയറിയ വഴിക്കൂടെ ഡയറക്റ്റ് നേരെ പോന്ന് അപ്പോൾ ഇതൊക്കെ മല ഇറങ്ങി തുടങ്ങി. മല ഇറങ്ങുമ്പോൾ അവിടെ ഒരു അത്യാവശ്യം നേരത്തെ നമ്മൾ കണ്ടതിനേക്കാളും കുറച്ചും കൂടെ വലിയൊരു സെറ്റിൽമെൻറ്റാണിത്. എനിക്ക് തോന്നുന്നു ഇവിടെ ഇങ്ങോട്ട് ഈ സെറ്റിൽമെൻറ്റിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു മെയിൻ റോഡിൽ നിന്ന് കട്ട് ചെയ്തിട്ടാണ് നമ്മളിങ്ങോട്ട് കയറി വന്നത്. അങ്ങോട്ട് എത്തും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഉണ്ടോ ദൂരെ വലിയ വലിയ മലകൾ. ഇപ്പം നമ്മൾ കയറി നിൽക്കുന്നതൊരു അത്യാവശ്യം വലിയൊരു മലയിലാണ്. അവിടെ നിന്ന് അതിനേക്കാളും വലിയ 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 മലകളാണ് അങ്ങോട്ട് നോക്കിയാൽ കാണാനുള്ളത്. കാര്യം ഇവിടെയാണ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പ്ലേസുള്ള ഹവാൻഷാൻ, അങ്ങനത്തെ മൗണ്ട് ജെയ്ഡ്, അതെല്ലാം ഇവിടെ ഈ ഭാഗത്താണ് കാണുന്നത്. നമ്മളിപ്പോൾ അതിൽ അങ്ങോട്ട് പോകാൻ വേണ്ടി ഉദ്ദേശമൊന്നുമില്ല. നമുക്ക് പതുക്കെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പം നമ്മൾ ഈ താഴെ കാണുന്ന ആ ഒരു സെറ്റിൽമെൻ്റ് ഉണ്ടല്ലോ, അതിൻ്റെ പേരാണ് സിൻഷെ. നമ്മളിപ്പോൾ കഴിഞ്ഞ ചെറിയൊരു സെറ്റിൽമെൻ്റ് ആണല്ലോ, അതിൻ്റെ പേരാണ് കൂഷെ. കൂഷെ സെറ്റിൽമെൻറ്റ് കഴിഞ്ഞ് നമ്മൾ സിൻഷെ സെറ്റിൽമെൻറ്റിലേക്ക് നമ്മൾ പതുക്കെ പ്രവേശിക്കാൻ വേണ്ടി തുടങ്ങുവാണ്. നമ്മളിപ്പോൾ ഇന്ന് അവിടെ പ്രവേശിക്കണോ? അവിടെ പ്രവേശിക്കല്ലേ, കുഴപ്പമില്ലല്ലോ അല്ലേ. പതുക്കെ അങ്ങോട്ടേക്ക് പോയതായാലും. ഔഫ്, 2-3 കൊല്ലത്തോളമായി എൻ്റെ തായ്വാൻ ജീവിതത്തിനിടയ്ക്ക് ഇത്രയും വലിയൊരു ചക്ക വിളഞ്ഞേക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ട്, 1-2 ചക്ക കണ്ടിട്ട്, തീരെ ചെറുതായിരുന്നു. ഇത് നോക്ക്, 1, 2, 3, 4, 5, 6 ഇതാണ്ടേ. ഇപ്പുറത്ത് ഇവിടെ പ്ലാവേൽ, അതും അത്യാവശ്യം മുഴുത്ത ചക്കകൾ. ഇത് അപ്പുറത്തോട്ട് മാറിക്കഴിഞ്ഞാൽ 3-4 പ്ലാവുകളുണ്ട്, എല്ലാം നല്ല നിറച്ച്. ഔഫ്, ഇതിട്ടൊരു രക്ഷയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ വന്ന് ഒരു ചെറിയൊരു അമ്യൂസ്മെൻറ്റ് പാർക്ക്, അങ്ങനെയാണ് ഇതിൻ്റെ പേര് കൊടുത്തേക്കുന്നത്. നമ്മുടെ നല്ല അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലൊന്നുമല്ല, ജസ്റ്റ് ഫ്രീ ആയിട്ടുള്ള പാർക്ക്. ആൾക്കാർക്ക് ചുമ്മാ ഇവിടെ വന്നിരിക്കുക, ഇതിൻ്റെ സൈഡിൽ കൂടെ വാക്ക് വേ ഉണ്ട്, അതിൻ്റെ കൂടെ നടക്കുക, റിഫ്രഷ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു ഏരിയ. കൊറോണയുടേതായ ചെറിയ ഒരു അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ആൾക്കാർ ഇവിടെ കാണാൻ സാധിക്കില്ല. എന്നാലും ആൾക്കാർ അത്യാവശ്യം വരുന്നുണ്ട്. അതിൻ്റെ കരകളിലിരിക്കുന്നു, വർത്തമാനം പറയുന്നു, കുടുംബസമേതം വരുന്നു, വർത്തമാനം പറയുന്നു, ജസ്റ്റ് റിഫ്രഷ് ചെയ്തിട്ട് പോകുന്നു. ഇത് വളരെ നല്ല കൺസെപ്റ്റ് അല്ലേ. അതൊക്കെ ശരിക്കും നമ്മുടെ നാട്ടിൽ ഇതിനൊക്കെയുള്ള ഒരുപാട് റിസോഴ്സുകളുണ്ട് നമ്മുടെ നാട്ടിൽ. പക്ഷേ ഇതൊന്നും നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല. ഇതുകൊണ്ട് വളരെ മനോഹരമായി തടാകത്തിൻ്റെ സൈഡിൽ കൂടെ പാത്വേ ഉണ്ട്. അതിൻ്റെ ഒരു എൻഡിൽ കണ്ടേ താഴെ, അതായത് ഈ തടാകത്തിൻ്റെ സൈഡിലേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പുണ്ട്. തടാകത്തിൻ്റെ സൈഡിൽ ഒരു ആൾക്കാർ ഇഷ്ടം പോലെ ഇരുന്ന് സൈഡിൽ കൂടി ഇരുന്ന് അവർ ചൂണ്ടയിടുന്നുണ്ട്. ശരിക്ക് എന്താ പറയുക, പൈസ കൊടുക്കാതെ എൻട്രി ഫീസും കാര്യങ്ങളൊന്നും ഇല്ലാതെ അവർക്ക് വന്നിരുന്ന് എൻജോയ് ചെയ്യാനുള്ളൊരു ഏരിയ. എനിക്കൊന്ന് ഒരുപാട് ദൂരത്തിലേക്ക് കൊണ്ടുപോകാം. നമ്മളതിൽ ഒരുപാട് നടക്കുന്നില്ല ഇതിൽ. ജസ്റ്റ് നമുക്ക് ആ ഒരു ട്രെയിനിങ് വരെ നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം, എത്രത്തോളം ദൂരത്തിലേക്ക് ഉണ്ടെന്നറിയാമല്ലോ. ശരിക്കും ഇതിൻ്റെ ഈ എന്താ പറയുക, ഒരു സൈഡിൽ മരങ്ങൾ, ഒരു സൈഡിൽ ചെറിയൊരു തടാകം, ഇതിൻ്റെ ഇടയ്ക്കൂടെ നടക്കുമ്പോഴുള്ള ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. ആഹാ, ഇതിൻ്റെ അകത്ത് ഏറ്റവും രസകരമായ വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാണുന്നുണ്ടല്ലോ, ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അതായത് ഇതിൻ്റെ കരകളിലുള്ള റിസോർട്ടുകൾ അവർ ആ ഒരു എന്താ പറയുക, അവരുടെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് നിർമ്മിച്ച ചെറിയ ചെറിയ തടാകങ്ങളും
ഇവിടെ എന്തോ ഒരുപാട് കോസ്റ്റ് ഒന്നും വരുന്നില്ല. ഇതിനെ വളരെ മനോഹരമായിട്ട് നിലനിർത്തുക, അതിൻ്റെ സൈഡിൽ കൂടി ഒരു പാത്ത് വേ നിർമ്മിക്കുക, ഇത്രേ ഉള്ളൂ. അത് ശരിക്ക് അവരുടെ ബിസിനസ്സിനെ അത്രത്തോളം അത് പോസിറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ടാണല്ലോ അവരിങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് എല്ലാ കാര്യത്തിനും പൂർണ്ണ സപ്പോർട്ടാണ് കൊടുക്കുന്നത് ഇവിടെ. ഇത് ശരിക്ക് അമ്പലങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വ്ളോഗല്ലായിരുന്നു ഇത് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഈ അമ്പലമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിനെ ഉൾപ്പെടുത്താതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. കാര്യം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചൈനീസ് വാസ്തുവിദ്യയുടെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണങ്ങളാണ്. അപ്പം നമുക്കിത് ഒരിക്കലും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുമല്ലോ. മാത്രമേ ഇനി നമ്മൾ എപ്പോഴാണ് ഇതിലെക്കൂടെ ഇങ്ങനെ വരുമോ എന്നറിയത്തില്ലാത്തതുകൊണ്ട്. നമ്മൾ നേരത്തെ കണ്ട ഒരു ഡാമുണ്ടല്ലോ, ആ ഡാമിൻ്റെ കുറേ മുകൾ ഭാഗത്താണ് നമ്മളുള്ളത്. ഇവിടെ വെള്ളം വലിയ കാര്യമായിട്ടൊന്നുമില്ല കണ്ടോ. ആ കാണുന്നുണ്ട്, ആ ഒരു പാലം ക്രോസ് ചെയ്ത് വരുന്നത്, അതൊരു പുഴയാണ് കേട്ടോ. വെള്ളം വളരെ ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. നോക്കിയാൽ മലകളുടെ പല ഭാഗത്തായിട്ട് ചെറിയ 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 സെറ്റിൽമെന്റുകൾ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക്. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എന്താ പറയുക സെറ്റിൽമെന്റ് ആണിത്. ചെറിയൊരു ഡിസ്ട്രിക്റ്റാണ്. ഡിസ്ട്രിക്റ്റിന്റെ പേരെന്താണെന്ന് ഞാൻ കുറച്ചും കൂടി എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പം ഞാനത് നോക്കി വെച്ച് ഞാൻ അതിൻ്റെ ആ പേര് ഈ ഒരു വില്ലേജിന്റെ പേര്, ഈ ഒരു ഡിസ്ട്രിക്റ്റിന്റെ പേര് ഞാൻ ആഡ് ചെയ്തതാണ്. നമ്മൾ യാത്ര തുടങ്ങിയപ്പോൾ ആദ്യം കണ്ട ആ ഒരു ഡാമുണ്ടല്ലോ, അതാണിത്. അപ്പോൾ അവിടെ നമുക്ക് ഇന്നത്തെ യാത്ര അവസാനിപ്പിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വീണ്ടും ഇതിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ട് ബാക്കി ഭാഗങ്ങളിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പം വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും വണക്കം. വീണ്ടും സന്ധിക്കും വരെ എല്ലാവർക്കും വണക്കം. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.